മോഡി സർക്കാർ ഇന്നിപ്പോൾ 3 പേർക്ക് കൂടി ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരായ ചൗധരി ചരൺ സിംഗ് ആണ് ഇന്നിപ്പോൾ ഭാരതരത്നം ലഭിച്ച ഒരു വ്യക്തി. മറ്റൊരാൾ മുൻ പ്രധാനമന്ത്രിയായ PV നരസിംഹറാവുവാണ്. ഒപ്പം കാർഷിക ശാസ്ത്രജ്ഞ MS സ്വാമിനാഥനും ഭാരതരത്നം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനിക്കും ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി സിംഗ് ഠാക്കൂറിനും ഭാരതരത്നം പ്രഖ്യാപിച്ചിരുന്നു. അതോടെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ 5 പേർക്കാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്ര അധികം പേർക്ക് ഒരു വർഷം ഭാരതരത്ന നൽകുന്നത് ആദ്യമായാണ്. ഇതിനു മുമ്പ് 1999 അന്നും BJP സർക്കാരായിരുന്നു. അതും ഒരു തെരഞ്ഞെടുപ്പ് വർഷമായിരുന്നു. 4 പേർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകിയിരുന്നു. അന്ന് പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ജയപ്രകാശ് നാരായണന് മാത്രമാണ് ഭാരതരത്ന ആ വർഷം ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ 5 പേരിൽ 4 പേരും രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ വ്യക്തികളായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം ഇത്രയധികം രാഷ്ട്രീയ നേതാക്കൾക്ക് ഭാരതരത്നം പ്രഖ്യാപിക്കുക വഴി അല്ലെങ്കിൽ സമ്മാനിക്കുക വഴി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് മോഡി സർക്കാരും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ ആത്മവിശ്വാസത്തോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതെങ്കിലും ചില ആശങ്കകൾ ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മോഡിക്കും BJP സർക്കാരിനും ഇപ്പോഴുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബീഹാർ സംസ്ഥാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ 40-ൽ 39 NDA സഖ്യം നേടിയിരുന്നു. അപ്പോൾ ഇത്തവണ നിതീഷ് കുമാറിൻ്റെ JDU NDAയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥിതി BJPക്ക് പ്രതികൂലമായിരുന്നു ബീഹാറിൽ. ആ പ്രതികൂലാവസ്ഥ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കർപ്പൂരി സിംഗ് ഠാക്കൂറിന് ഭാരതരത്നം പ്രഖ്യാപിച്ചത്. കർപ്പൂരി സിംഗ് ഠാക്കൂർ നമുക്കറിയാം നിതീഷ് കുമാറിൻ്റെയും അതേപോലെ ലാലു പ്രസാദ് യാദവിൻ്റെയും രാഷ്ട്രീയ ഗുരുവാണ്. ഇരുവരും ഈ കർപ്പൂരി സിംഗ് ഠാക്കൂറിൻ്റെ ശിഷ്യന്മാരായാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് 2 വ്യത്യസ്ത പാർട്ടികളിലേക്ക് മാറിയെങ്കിലും അവർ വീണ്ടും അടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അടുപ്പം ബീഹാറിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വ്യക്തമായ ബോധ്യം BJPക്കും മോദി സർക്കാരിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൂട്ടായ്മയെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് കർപ്പൂരി സിംഗ് ഠാക്കൂറിന് ഭാരതരത്നം പ്രഖ്യാപിക്കുകയും അതിലൂടെ നിതീഷ് കുമാറിൻ്റെ JDUമായി പിൻവാതിൽ ചർച്ചകൾ തുടങ്ങി നിതീഷിനെ ഇന്ത്യ കൂട്ടായ്മയിൽ നിന്ന് അടർത്തി മാറ്റാൻ ആ ഒരു നീക്കത്തിലൂടെ BJPക്കും മോദി സർക്കാരിനും സാധിച്ചു. LK അദ്വാനിയും PV നരസിംഹറാവും, അദ്വാനി പ്രമുഖ BJP നേതാവാണ്, മുൻ ഉപപ്രധാനമന്ത്രിയാണ്. നരസിംഹറാവു മുൻ പ്രധാനമന്ത്രി, കോൺഗ്രസ് നേതാവായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ 2 പേർക്കും കാര്യമായ പങ്കുണ്ട്. കാരണം അദ്വാനിയുടെ ഒരു രഥയാത്രയിലൂടെയാണ് രാജ്യമാകെ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ സംഘപരിവാറിന് സാധിച്ചത്. ബാബറി പള്ളി പൊളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചതും ആ രഥയാത്രയാണ്. അതിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ മുൻപന്തിയിലായിരുന്നു അദ്വാനി ഉണ്ടായിരുന്നത്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്വാനിക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഒരു വിമർശനം സംഘപരിവാറിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിമർശനം അതിനൊരു ഒരു മറുതന്ത്രം എന്ന നിലയിൽ കൂടിയാണ് LK അദ്വാനിക്ക് ഭാരതരത്ന സമ്മാനിച്ചത്. PV നരസിംഹറാവു നമുക്കറിയാം ബാബറി മസ്ജിദ് തകർക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അവിടെ പള്ളി തകരാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അക്കാലത്തെ അടുപ്പക്കാരായ പലരുടെയും വെളിപ്പെടുത്തലുകൾ പിന്നീട് വന്നിരുന്നു. അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കേണ്ടതുണ്ടെന്ന താല്പര്യക്കാരനായിരുന്നു നരസിംഹറാവു എന്നായിരുന്നു വെളിപ്പെടുത്തൽ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായൊരു സംരക്ഷണം ബാബറി മസ്ജിദിന് ആ ഘട്ടത്തിൽ നൽകാതിരുന്നത് ബോധപൂർവമാണെന്ന വിമർശനം പല കോണുകളിലും ഉയർന്നിട്ടുണ്ട്. എന്തായാലും അവിടെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന് ഇപ്പോൾ ഭാരതരത്ന കൊടുത്തിരിക്കുന്നു. മാത്രമല്ല കോൺഗ്രസിലെ നെഹ്റു കുടുംബം അല്ലെങ്കിൽ സോണിയ കുടുംബം അവഗണിക്കുന്ന ഒരു നേതാവാണ് നരസിംഹറാവു എന്ന വിമർശനം BJP തന്നെ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അത് നെഹ്റു കുടുംബത്തിനുള്ള ഒരു സന്ദേശം എന്ന നിലയിൽ കൂടി ഈ നരസിംഹറാവുവിൻ്റെ ഈ പറയുന്ന ഭാരതരത്ന പുരസ്കാരത്തെ കാണാം. മറ്റൊരാൾ ചൗധരി ചരൺ സിംഗ് ആണ്. നമുക്കറിയാം അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയായിരുന്നു, രാജ്യത്തെ പ്രമുഖ കർഷക നേതാവായിരുന്നു, UPയിൽ നിന്നുള്ള നേതാവാണ്. പടിഞ്ഞാറൻ UPയിൽ ഇപ്പോഴും കാര്യമായ സ്വാധീനമുള്ള RLD എന്ന പാർട്ടിയുടെ നേതാവായ ജയന്ത് ചൗധരിയുടെ മുത്തച്ഛനാണ് അദ്ദേഹം. ഇപ്പോൾ ജയന്ത് ചൗധരിയുമായി അവിടെ ഒരു സഖ്യം സ്ഥാപിക്കാനുള്ള ശ്രമം BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ചൗധരി ചരൺ സിംഗിന് ഭാരതരത്നം സമ്മാനിച്ചിരിക്കുന്നത്. RLD അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവിടെ അവർ തമ്മിലുള്ള സീറ്റ് ധാരണ ഏറെക്കുറെ പൂർത്തിയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചെറു പാർട്ടികളെ തങ്ങളിലേക്ക് ചേർക്കാൻ എന്ന ലക്ഷ്യവും കൂടി ഈ ഭാരതരത്ന പുരസ്കാരത്തിലൂടെ BJP മുന്നോട്ട് വയ്ക്കുകയാണ്. മറ്റ് ചെറു പാർട്ടികളെയും അവർ ഇപ്പോൾ ഉന്നമിട്ട് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡുവുമായി മോഡി ചർച്ച നടത്തി. ആ വിധത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു ഭാരതരത്ന പുരസ്കാരമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.